ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് ഞാൻ പെയ്ഡ് ക്ലാസ്സിൽ ചെയ്യിക്കാറുള്ളതാണ്. അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടിട്ട് പോവരുത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പണം ഒരു എനർജിയാണ്. അതോടൊപ്പം തന്നെ നമ്മളും ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടും അതിൻ്റെ പരിസരവും അവിടെയെല്ലാമുള്ള എനർജി, അഥവാ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മളെയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും അത് പ്രത്യക്ഷമായി ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യാനോ പ്രാർത്ഥിക്കാനോ മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിനകത്തും പുറത്തും നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടായാലും ഇനി എത്രയൊക്കെ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു കൃത്യമായ ഫലം ലഭിക്കുകയില്ല. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, പണം വരുന്നുണ്ട്, അത് കയ്യിൽ നിൽക്കാറില്ല, അത് മരുന്നിനായിട്ടും പല കാര്യങ്ങൾക്കായിട്ടും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ കീറിയതും ഉപയോഗിക്കാതിരിക്കുന്നതുമായ വസ്ത്രങ്ങൾ നമ്മൾ എടുത്ത് മാറ്റി കളയുക. ചെറുതായിട്ട് കീറിയതാണെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അടുത്തതായിട്ട് വസ്ത്രങ്ങൾ നമ്മളൊന്നും അലക്കാതെ കൂട്ടിയിടരുത്. അതെല്ലാം അലക്കി നന്നായിട്ട് ഉണക്കി വൃത്തിയാക്കി മടക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവറ് അതൊക്കെ മുഷിഞ്ഞതാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നെ ബെഡിൽ നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എപ്പോഴും ബെഡ്റൂമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായാലും ബെഡ്ഷീറ്റും പില്ലോ കവറും ബെഡും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലുള്ള ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതാണ്. ഇത് വളരെ വൃത്തിയാക്കി ഇടുമ്പോൾ ഇതിൽ പോസിറ്റീവ് ഊർജം നമുക്ക് ഒരു പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യും. ഇനി നമ്മൾ മെഡിറ്റേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്യുമ്പോൾ നമ്മിലുള്ള ഒരു പോസിറ്റീവ് ഊർജത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കർട്ടൻ, സെറ്റിയിലെ വിരികൾ, കുഷ്യൻ കവറ് അതൊക്കെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി ഉപയോഗിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ, ന്യൂസ് പേപ്പറുകൾ അതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഇനി ചില പുസ്തകങ്ങൾ നമുക്ക് കളയാനായിട്ട് തോന്നില്ല, അങ്ങനെയുള്ളവ മാത്രം വൃത്തിയായിട്ട് ഒരിടത്ത് അത് ഭംഗിയായി അടുക്കി വെക്കുക. പിന്നെ പൊട്ടിയ കപ്പുകൾ, പഴയ പാത്രങ്ങളൊക്കെ വീടിനകത്ത് നിന്ന് ഒഴിവാക്കുക. നമുക്ക് പ്രയോജനമില്ലാത്ത വസ്തുക്കൾ അതെല്ലാം ഉപേക്ഷിക്കുക. പിന്നെ പൊട്ടിയിട്ടുള്ള ഗ്ലാസ്സുകൾ, കണ്ണാടി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചിലപ്പോൾ മെഡിസിനൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി മെഡിസിൻ മേശപ്പുറത്ത് വലിച്ചു വാരിയിടാതെ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ അലമാരയിൽ ഡ്രസ്സൊക്കെ മടക്കി അടുക്കി വൃത്തിയാക്കി വെക്കുക. പിന്നെ റൂമൊക്കെ കുറച്ച് കല്ലുപ്പിട്ട വെള്ളം എടുത്തിട്ട് അത് ഉപയോഗിച്ച് തുടയ്ക്കുക. ഇത് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് കുളിക്കുക. തലയിലൊഴിക്കരുത്, ദേഹത്ത് മാത്രം. അത് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ വീടിനകത്ത് അഷ്ടഗന്ധം, കുന്തിരിക്കം ഒക്കെ സന്ധ്യാസമയത്ത് പുകയ്ക്കുക. ഇത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ വീടിൻ്റെ ചുറ്റുപാടും ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. അവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ വീടിനകത്തും വീടിൻ്റെ ചുറ്റുപാടും പോസിറ്റീവായി നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതുവഴി നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ നിലനിർത്താൻ സാധിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പത്തിലാകും. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.